നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അങ്ങനെ ചെയ്തവരൊന്നും തെറ്റുകാരെന്നല്ല ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്കതിനോട് താല്പര്യമില്ല. നാളെ ഒരു സമയം അതിന് അവകാശം പറഞ്ഞ് മറ്റാരെങ്കിലും വന്നാ അതൊരു തീരാ വേദനയായി മാറില്ലേ? നമ്മുടെ മോളെ എടുക്കാനും ലാളിക്കാനും പറ്റാത്തത് തന്നെ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ സ്വന്തമായിട്ട് വളർത്തി നമ്മുടേതാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിച്ചിട്ട് പിന്നീട് അകലേണ്ടി വന്ന ആ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. എന്റെ സച്ചേട്ടനിൽ ഈശ്വരൻ എനിക്ക് തരും ഒരു കുഞ്ഞിനെ. 10 മാസം ചുമന്ന് ഞാൻ അതിനെ പ്രസവിക്കുകയും ചെയ്യും. അങ്ങനെ തരാതിരിക്കാനും മാത്രം ഞാൻ ഈശ്വരന് മുമ്പിൽ ഒരു തരത്തിലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതാരെക്കാളും നന്നായി ഈശ്വരനറിയാം. മേഡം, പറയുന്നുണ്ടൊന്നും തോന്നരുത്. തോന്നും. അതുകൊണ്ട് താനൊന്നും പറയണ്ട. പൈസ വേണം, അതല്ലേ തനിക്ക് പറയാനുള്ളത്. തന്റെ മേഡം എന്നുള്ള വിളി തന്നെ എനിക്കത് മനസ്സിലായി. തൽക്കാലം പൈസ തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മേഡം? ഇവിടെ നിന്ന് മാസം കിട്ടുന്നത് പലിശയും കൊടുത്ത് വീട്ടിൽ ചെലവിനുള്ള സാധനങ്ങൾ വാങ്ങുമ്പോഴേക്കും തീരും. കുഞ്ഞിന് പൗഡർ വാങ്ങാൻ പോലും കയ്യിൽ കാശുണ്ടാവില്ല. എന്റേതല്ലെങ്കിലും അവിടെ ഉള്ളത് ഒരു കുഞ്ഞല്ലേ, അതിനും ചെലവുകളില്ലേ? അതെന്താ തന്റെ കൊച്ചിന് ഇത്രയും ചെലവ്? ഇതിപ്പോ ഇവിടെ ഉള്ളതായാലും അവിടെ ഉള്ളതായാലും എല്ലാം ഒരുപോലെ തന്നെയല്ലേ? കൊച്ചിനെ മാറ്റിയില്ലായിരുന്നെങ്കിൽ താൻ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു? അപ്പൊ അതല്ല കാര്യം. തനിക്ക് കാശാണ് ആവശ്യം. ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യിച്ചതുകൊണ്ട് തനിക്കറിയാം എന്റെ കയ്യിൽ നിന്ന് കിട്ടും അല്ലേ? ചെലവിന് കൊടുക്കാൻ പറ്റാത്തവൻ ഇതിനൊന്നും നിൽക്കരുത്. ഇതേ രീതിയിലല്ല പറയേണ്ടത്. മേഡം, ഇവിടത്തെ എന്റെ കുഞ്ഞ് അനുഭവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷം തന്നെയാണ്. എങ്കിലും അതും ഒരു കുഞ്ഞല്ലേ. ഇത്രയൊക്കെ സൗകര്യങ്ങൾ കിട്ടിയില്ലെങ്കിലും കുറച്ചെങ്കിലും അതിനും കിട്ടണ്ടേ? നെല്ലിശ്ശേരിയിലെ സൗകര്യങ്ങളായിട്ടാണോ താൻ താരതമ്യം ചെയ്യുന്നത്? ഞാൻ ഇനി കാശ് തരില്ല എന്ന് പറയുമ്പോ തന്റെ ഡയലോഗ് എന്തായിരിക്കും എനിക്കറിയാം. ഇനി ഈ കാശില്ലാത്തോണ്ട് താൻ ഇതൊന്നും ആരെ അറിയിക്കാൻ നിൽക്കണ്ട. കാശില്ലാത്തതിന്റെ പേരിൽ നെല്ലിശ്ശേരിയിലെ കൊച്ചിടുന്ന പൗഡർ ആ കൊച്ചിന് വാങ്ങാതിരിക്കുകയും വേണ്ട. എന്നാ പിടി. ഞാൻ തന്റെ അടുത്തേക്ക് വരുമ്പോ തന്റെ മുഖത്ത് ചേർച്ചയില്ലാത്ത ഒരു എളിമയുണ്ട്. അതിന്റെ ആവശ്യം ഇനിയില്ല. വേലി കിടന്നൊക്കെ എടുത്ത് ഇവരെന്തിനാ ശിവേട്ടന് പൈസ കൊടുത്തത്? ശമ്പളം കൊടുക്കുന്നത് അച്ഛനല്ലേ? പിന്നെന്തിനായിരിക്കും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.